കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിനുള്ള വായന. അക്കാലത്ത് യേശു ഒലിവ് മലയിലേക്ക് പോയി. അതിരാവിലെ വീണ്ടും ദേവാലയത്തിലേക്ക് വന്നു. ജനങ്ങളെല്ലാം അവൻ്റെ അടുക്കലെത്തി. അവൻ ഇരുന്ന് അവരെ പഠിപ്പിച്ചു. വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ നിയമജനും ഫരിസേയരും കൂടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് നടുവിൽ നിർത്തി. അവർ അവനോട് പറഞ്ഞു, ഗുരു, ഈ സ്ത്രീ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ടവളാണ്. ഇങ്ങനെയുള്ളവരെ കല്ലെറിയണമെന്നാണ് മോശ നിയമത്തിൽ കൽപ്പിച്ചിരിക്കുന്നത്. നീ എന്തു പറയുന്നു? ഇത് അവനിൽ കുറ്റം ആരോപിക്കാൻ വേണ്ടി അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചതാണ്. യേശുവാകട്ടെ കുനിഞ്ഞ് വിരൽ കൊണ്ട് നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. അവർ ആവർത്തിച്ച് ചോദിച്ചു കൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്ന് അവരോട് പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവൻ വീണ്ടും കുനിഞ്ഞ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു. എന്നാൽ ഇത് കേട്ടപ്പോൾ മുതിർന്നവർ തുടങ്ങി ഓരോരുത്തരായി സ്ഥലം വിട്ടു. ഒടുവിൽ യേശുവും നടുവിൽ നിന്നിരുന്ന ആ സ്ത്രീയും മാത്രം ശേഷിച്ചു. യേശു നിവർന്ന് അവളോട് ചോദിച്ചു, സ്ത്രീയെ, അവർ എവിടെ? ആരും നിന്നെ വിധിച്ചില്ലേ? അവൾ പറഞ്ഞു, ഇല്ല കർത്താവേ. യേശു പറഞ്ഞു, ഞാനും നിന്നെ വിധിക്കുന്നില്ല. പൊയ്ക്കൊള്ളുക, ഇനിമേൽ പാപം ചെയ്യരുത്. കർത്താവിൻ്റെ സുവിശേഷം. വിശാലത്തിലെയും സ്നേഹമുള്ളവരെ, തപസ് കാലത്തിലെ 5-ാം ഞായറാഴ്ചയിലേക്കാണ് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുന്നത്. തിരുസഭാ മാതാവ് ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നമുക്ക് നൽകിയിരിക്കുന്ന സുവിശേഷ ഭാഗം യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള തിരുവചനങ്ങളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ച തിരുവചന വായനകളുടെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ ഒരു സുവിശേഷ ഭാഗം നമുക്ക് ലഭിച്ചിരിക്കുക. സാധാരണ ഞായറാഴ്ച ദിവസങ്ങളിൽ മറ്റൊരു ഭാഗത്തു നിന്നും ആയിരിക്കും സുവിശേഷം നമുക്ക് ലഭിക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതുപോലെ തന്നെ യേശുവിനെ വധിക്കണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി തക്കം പാർത്തിരിക്കുന്നവരാണ് ഫരിസേയരും നിയമജനും. പല രീതിയിലും അവനെതിരെ കുറ്റം ആരോപിക്കുവാൻ വേണ്ടി അവർ തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു. കാരണം പലപ്പോഴും അതിനുള്ള അവസരം അവർക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ഇനി എങ്ങനെയാണ് നിയമാനുസൃതമായി ഈ വ്യക്തിയെ കുടുക്കുവാൻ സാധിക്കുക? അതുമാത്രമാണ് അവർ ചിന്തിക്കുന്നത്. അതിനപ്പുറത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളെക്കുറിച്ചും അടയാളങ്ങളെക്കുറിച്ചും ഒന്നും അവർ ബോധേടല്ല. അവർക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ, ഈ വ്യക്തിയെ ഈ ഭൂമിയിൽ നിന്നും ഇല്ലാതാക്കണം. ഇവൻ തങ്ങൾക്കൊരു ഭീഷണിയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എത്രയും വേഗം അവൻ്റെ കഥ കഴിക്കണം എന്ന ആഗ്രഹത്തോടെയാണ് അവർ പ്രവർത്തിക്കുക. ഇവിടെ യേശു അതിരാവിലെ തന്നെ ദേവാലയത്തിലേക്ക് എത്തി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ യേശുവിനെ കൊടുക്കുവാനുള്ള ആഗ്രഹത്തോടെയാണ് ആ ഒരു സ്ത്രീയെയും പിടിച്ചുകൊണ്ട് വരുന്നത്. ലേവ്യരുടെ പുസ്തകത്തിലും നിയമാവർത്തന പുസ്തകത്തിലും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന ഒരു സ്ത്രീ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഈ സ്ത്രീയെ പിടിച്ചുകൊണ്ട് വരുമ്പോൾ അവർക്കറിയാം, റോമാക്കാർ ഇസ്രായേൽക്കാരെ കീഴടക്കിയതിന് ശേഷം ഒരു വ്യക്തിയെ വിധിക്കാനുള്ള അധികാരം അവർക്കുണ്ടായിരുന്നില്ല. വിധിക്കാനുള്ള അധികാരം റോമാക്കാർക്ക് മാത്രം ഉള്ള ഒരു അധികാരമായിരുന്നു. അത് ഉപയോഗിക്കുന്നവർ റോമാക്കാർക്കെതിരെയാണ് നിൽക്കുന്നത്. റോമാക്കാർക്ക് എതിരെ നിൽക്കുന്ന ഒരു വ്യക്തിയായി മുദ്രകുത്തപ്പെടും എന്ന പൂർണ്ണമായ ബോധ്യമുള്ള ആളുകളാണ് ഇവിടെ യേശുവിൻ്റെ അടുക്കിലേക്ക് ഈ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയുമായി കടന്നു വരുന്നത്. യേശുവിൻ്റെ അടുക്കൽ വന്ന ഇവളെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്നാണ് മോശ കൽപ്പിച്ചിട്ടുള്ളത്. നിന്റെ അഭിപ്രായം എന്താണ്? നീ ഇതിനെക്കുറിച്ച് എന്ത് പറയുന്നു എന്ന് അവർ ചോദിക്കുമ്പോൾ അതിന് പുറകിലുള്ള ലക്ഷ്യം ഏതുത്തരം പറഞ്ഞാലും യേശുവിനെ കൊടുക്കാം. അവളെ കല്ലെറിഞ്ഞ് കൊല്ലുക തന്നെ ചെയ്യണമെന്ന് യേശു പറയുകയാണെങ്കിൽ അവർക്ക് ഉടനെ തന്നെ ഇവൻ റോമാക്കാർക്കെതിരെ പ്രവർത്തിച്ചു എന്ന് പറയാം. കാരണം വിധിക്കാനുള്ള അധികാരം ഇപ്പോൾ റോമാക്കാരിൽ നിക്ഷിപ്തമാണ്. അങ്ങനെയുള്ള ഒരവസരത്തിൽ യേശു അവളെ മോശ എന്താണോ കൽപ്പിച്ചത് അതനുസരിച്ച് നിങ്ങൾ ചെയ്തു കൊള്ളുക എന്ന് പറയുവാൻ ഒരിക്കലും സാധിക്കുകയില്ല.
ഇനി അവളെ കല്ലെറിഞ്ഞ് കൊല്ലണ്ട, അവളെ വെറുതെ വിടൂ എന്ന് പറയുകയാണെങ്കിൽ മോശയുടെ നിയമം ലംഘിക്കുന്ന ഒരു വ്യക്തിയായി യേശുവിനെ അവർ കണക്കാക്കും. ആ ഒരു കാരണത്താലും യേശുവിനെ നശിപ്പിക്കുവാൻ അവർക്ക് സാധിക്കും. അങ്ങനെ ഗൂഢലക്ഷ്യവുമായി യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ യേശുവിൻ്റെ ഇവരുടെ മനസ്സിലിരിപ്പ് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ യേശു വളരെ വ്യക്തമായി അവരുടെ മനസ്സ് വായിച്ചുകൊണ്ടാണ് ഇരിക്കുക. അവൻ കുനിഞ്ഞിരുന്ന ഒന്നും പറയാതെ നിലത്ത് എഴുതിക്കൊണ്ടിരുന്നു എന്നാണ് സുവിശേഷം പറയുക. പക്ഷേ അവർ ആവർത്തിച്ച് ഇത് തന്നെ ചോദിച്ചുകൊണ്ടിരുന്നതിനാൽ അവൻ നിവർന്നു നിന്ന് അവരോടൊരു ഒരു കാര്യം പറയുകയാണ്: നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് യേശു പറഞ്ഞപ്പോഴാണ് ആ വന്ന ജനങ്ങളിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരവസ്ഥ കടന്നു വരുന്നത്. അതുവരെ മറ്റുള്ളവരെ വിധിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ച് മറ്റുള്ളവരുടെ പാപങ്ങളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് ജീവിച്ചിരുന്ന ആ വ്യക്തികളുടെ മുമ്പിൽ യേശു ഒരു കാര്യം പറയുകയാണ്: നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലത്ത് നമ്മളും ചോദിക്കേണ്ട ഒരു ചോദ്യം തന്നെയാണിത്. നമുക്കെല്ലാവർക്കും പാപമില്ലാത്ത ഒരവസ്ഥയുണ്ടോ? പലപ്പോഴും മറ്റുള്ളവരുടെ കുറ്റങ്ങൾ കാണുവാനും മറ്റുള്ളവരെ വിധിക്കുവാനും നമുക്കൊത്തിരിയേറെ താല്പര്യമാണ്. കഴിഞ്ഞ ദിവസത്തെ സുവിശേഷത്തിൽ നിക്കോദേമോസ് പറയുന്ന ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ദിവസം ധ്യാനിക്കുകയുണ്ടായി. ഒരുവന് പറയാനുള്ളത് ആദ്യം കേൾക്കുകയും അവൻ എന്താണ് ചെയ്തതെന്ന് അറിയാതെയും ഒരു വ്യക്തിയെ വിധിക്കുവാൻ നമ്മുടെ നിയമം അനുവദിക്കുന്നുണ്ടോ എന്നാണ് നിക്കോദേമോസ് ചോദിക്കുക. പ്രിയമുള്ളവരെ, നമുക്കെപ്പോഴും ഉള്ള ഒരു ടെൻഡൻസിയാണ് മറ്റുള്ളവരെ വിധിക്കുക, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം ആരോപിക്കുന്നത് കാണുക എന്നത്. ഒരു കഥ ഇപ്രകാരമാണ്. ഒരിക്കൽ ഒരു KSRTC ബസ്സിൽ ആളുകൾ കയറിയപ്പോൾ കണ്ടക്ടർമാരുടെ ഒരു പ്രത്യേകത, ആ ബസ്സിൽ കയറുന്നവരുടെ എണ്ണം അവർക്ക് കൃത്യമായിട്ട് അറിയാം. അതിനനുസരിച്ചാണ് അവർ ടിക്കറ്റ് എല്ലാവരും എടുത്തിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കുക. മറ്റ് കണ്ടക്ടർമാരെക്കാൾ ഉപരിയായി KSRTC ബസ്സിലുള്ള കണ്ടക്ടർമാരുടെ ഒരു പ്രത്യേകത അതാണ്. ഒരു വ്യക്തി ടിക്കറ്റ് എടുത്തിട്ടില്ലെങ്കിൽ അവർക്കറിയാൻ സാധിക്കും. ഉടനെ തന്നെ കണ്ടക്ടർ വിളിച്ച് ചോദിക്കാൻ തുടങ്ങി, ഈ വണ്ടിയിൽ ആരാണ് ടിക്കറ്റ് എടുക്കാതിരിക്കുന്നത്? ഒരു ആൾ ടിക്കറ്റ് എടുത്തിട്ടില്ല, അത് ആരാണെന്ന് പറയുകയാണെങ്കിൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് യാത്ര തുടരാം എന്ന് പറഞ്ഞു. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, ആരും ഉത്തരം പറയുന്നില്ല. രണ്ടാം തവണയും അദ്ദേഹം ചോദിച്ചു, ഇതുതന്നെ അവസ്ഥ. മൂന്നാം തവണ കുറച്ചുകൂടി ദേഷ്യത്തിൽ അദ്ദേഹം ചോദിക്കുവാൻ തുടങ്ങി. അവസാനം എല്ലാവരോടും തങ്ങളുടെ ടിക്കറ്റ് കയ്യിലെടുത്ത് പിടിക്കുവാൻ ആവശ്യപ്പെട്ടു. തുടക്കം മുതൽ അവസാനം വരെ അദ്ദേഹം ഓരോ വ്യക്തികളുടെയും ടിക്കറ്റ് നോക്കി പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിനു ശേഷം പുറകോട്ടെത്തി. പുറകിലത്തെ സീറ്റിൽ ഒരു വ്യക്തി ചുരുണ്ടുകൂടി കിടക്കുകയാണ്. ആ വ്യക്തിയെ സമീപിച്ചു. മറ്റെല്ലാവരും പുറകോട്ട് നോക്കി ഇരിക്കുകയാണ്. കാരണം ഈ KSRTC കണ്ടക്ടർമാരുടെ ഒരു പ്രത്യേകതയാണ്, എന്തെങ്കിലും കുറ്റം കണ്ടു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ചീത്ത പറയും. അപ്പോൾ അടുത്ത നിമിഷം ആ ചുരുണ്ടുകൂടി കിടക്കുന്ന വ്യക്തിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവർക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ അത് കാണാനുള്ള ആകാംക്ഷയോടുകൂടെ എല്ലാവരും പുറകിലത്തെ ആ സീറ്റിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തി ചുരുണ്ടുകൂടി കിടക്കുന്ന വ്യക്തിയെ വിളിച്ചു, താങ്കൾ ടിക്കറ്റ് എടുത്തായിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഇല്ല. എങ്കിൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾ ഉറങ്ങിക്കൊള്ളുക. പ്രിയമുള്ളവരെ, അവിടെ ഉണ്ടായിരുന്നവരുടെ എല്ലാവരുടെയും മുഖത്ത് ആ ആകാംക്ഷ പെട്ടെന്ന് ഇല്ലാതായി. അവർ ആഗ്രഹിച്ചിരുന്നത് എന്താണ്? കണ്ടക്ടർ ആ വ്യക്തിയെ പിടിച്ച് പുറത്താക്കും, നല്ല രീതിയിൽ ചീത്ത പറയും. ആ ഒരു ആഗ്രഹം മാത്രമായിരുന്നു ആ ബസ്സിലുണ്ടായിരുന്ന മറ്റ് ആളുകൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. പക്ഷേ ഇവിടെ കണ്ടക്ടർ വളരെ വ്യത്യസ്തമായ രീതിയിൽ ആ വ്യക്തിയോട് പറയുകയാണ്, അദ്ദേഹം ക്ഷീണം കൊണ്ടായിരിക്കും ഉറങ്ങിപ്പോയത്, അതുകൊണ്ട് ആ ടിക്കറ്റ് എടുത്തതിന് ശേഷം തുടർന്നും ഉറങ്ങിക്കൊള്ളുക. പ്രിയമുള്ളവരെ, നമ്മുടെ ഒരു വാക്കിന് ഒരു സമൂഹത്തെ മുഴുവൻ മാറ്റുവാൻ സാധിക്കുമെന്ന ഒരു തെളിവാണ് ഇവിടെ കാണുക. അതുതന്നെയാണ് യേശുവും ചെയ്തത്. നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറഞ്ഞപ്പോൾ അതുവരെ വളരെ ആവേശത്തോടെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് കരുതി കൈകളിൽ കല്ലുമായി വന്ന ആളുകൾ മുഴുവൻ ഒരു നിമിഷം സ്പഷ്ടരായി നിന്നു. അവർക്ക് എന്ത് ചെയ്യണമെന്നറിഞ്ഞുകൂടാ. എല്ലാവരും പരസ്പരം നോക്കുവാൻ തുടങ്ങി. പിന്നീട് എല്ലാവരും തല താഴ്ത്തി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. കാരണം തങ്ങളുടെ പാപാവസ്ഥയെക്കുറിച്ച് അപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്.
പിന്നീട് വചനം പറയുന്നത് മുതിർന്നവർ തുടങ്ങി എല്ലാവരും കല്ലുകൾ താഴെയിട്ട് തിരികിപ്പോയി എന്നുള്ളത്. പ്രിയമുള്ളവരെ, ഒന്ന് ഓർത്തു നോക്കുക. യേശു പറഞ്ഞ ആ ഒരു വചനം അവരെ മനസ്സിനെ തട്ടുകയും അതുവരെ മറ്റുള്ളവരുടെ പാപാവസ്ഥയിലേക്ക് മാത്രം നോക്കിയിരുന്ന ആ ഒരു ജനം, മറ്റുള്ളവരെ കുറ്റം വിധിക്കുവാൻ ആവേശം കാണിച്ചിരുന്ന ആ ജനം ഉടനെ തന്നെ തങ്ങളിലേക്ക് ഉറ്റുനോക്കുകയും തങ്ങളിലുള്ള കുറവുകളെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന് പരിഹാരം കാണുവാൻ തീരുമാനമെടുക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, ഈ നോമ്പുകാലം നമുക്ക് നൽകുന്ന അവസരം അതുതന്നെയല്ലേ? നിങ്ങളിൽ പാപമില്ലാത്തവർ ആദ്യം അവളെ കല്ലെറിയട്ടെ എന്ന് പറയുന്നത് പോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത അവസ്ഥകളിലേക്ക് നോക്കുവാനുള്ള ഒരു സാഹചര്യമല്ലേ ഈ നോമ്പുകാലം നമ്മുടെ മുമ്പിൽ ഒരുക്കി തരുന്നത്. കൂടുതലായിട്ട് നമ്മളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു അവസരം. ഈ നോമ്പുകാലം മുഴുവൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ എപ്രകാരമാണ് എൻ്റെ ദൈവത്തെ വേദനിപ്പിച്ചത്, ഞാൻ കടന്നു പോകുന്ന പാപാവസ്ഥകൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തി. മറ്റൊരു കഥ കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ ഒരു യുദ്ധം നടന്നു. യുദ്ധത്തിൽ എതിർ രാജ്യത്തെ രാജാവിനെ ജീവനോടെ പിടിച്ചുകൊണ്ടുവരാനാണ് രാജ്ഞി ആവശ്യപ്പെട്ടത്. കാരണം അവിടുത്തെ മഹാരാജാവിനെ എതിർചേരിയിലുള്ള രാജാവും സൈന്യവും കൊന്നുകളഞ്ഞിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സൈന്യാധിപനും അതുപോലെ തന്നെ മന്ത്രിമാരുമെല്ലാം വളരെ ആവേശപൂർവ്വമാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടത്. കാരണം തങ്ങളുടെ മഹാരാജാവിനെ കൊന്ന വ്യക്തിയെ രാജ്ഞി പറഞ്ഞിരിക്കുന്ന ജീവനോടെ കൊട്ടാരത്തിൽ കൊണ്ടുവരണം. തങ്ങളുടെ കൺമുമ്പിൽ വെച്ച് രാജ്ഞി തന്നെ ആ രാജാവിനെ വെട്ടിക്കൊല്ലുമെന്ന പ്രതീക്ഷയിലാണ് അവർ ആവേശത്തോടെ യുദ്ധം ചെയ്തത്. ഒത്തിരിയേറെ തന്ത്രങ്ങൾ മെനഞ്ഞ് ജീവനോടെ തന്നെ എതിർശേരിയിലുള്ള രാജാവിനെയും കൂട്ടി അവർ കൊട്ടാരത്തിലെത്തിയപ്പോൾ ആ രാജ്ഞി ആ രാജാവിൻ്റെ മുഖത്തേക്ക് നോക്കി. അതിനുശേഷം രാജ്ഞി പറഞ്ഞു, അവനെ ജീവനോടെ വിട്ടയക്കുക. ഉടനെ ഇത്രയേറെ കഷ്ടപ്പെട്ട് പിടിച്ച സൈന്യാധിപനും മറ്റ് മന്ത്രിമാർക്കും എല്ലാം വളരെ ദേഷ്യമായി. എന്താണ് ഈ രാജ്ഞി പറയുന്നത്? വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു വ്യക്തിയെ ഞങ്ങൾ പിടിച്ചു കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ മഹാരാജാവിനെ കൊന്ന ഒരു വ്യക്തിയാണ് ഞങ്ങൾ ഇവിടെ ജീവനോടെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് രാജ്ഞി പറയുന്നു, അവനെ ജീവനോടെ വിട്ടയക്കുക. എന്താണ് ഇതിൻ്റെ അർത്ഥം? അപ്പോൾ ആ രാജ്ഞി പറഞ്ഞ ഒരു കാര്യമുണ്ട്. എൻ്റെ രാജാവ് മരിച്ച അവസരത്തിൽ ഞാൻ അനുഭവിച്ച വേദന എന്തെന്ന് എനിക്കാണ് അറിയാവുന്നത്. എൻ്റെ ഭർത്താവായിരുന്ന രാജാവ് മരിച്ചപ്പോൾ ഞാനൊരു വിധവയായി. ആ വിധവയായതിൻ്റെ വേദന എത്രയുണ്ടെന്ന് എനിക്കറിയാം. ഇന്ന് എൻ്റെ കൺമുമ്പിൽ വെച്ച് ഈ രാജാവിനെ ഞാൻ കൊല്ലുകയാണെങ്കിൽ എതിർചേരിയിലുള്ള ആ രാജ്ഞിയും എൻ്റെ അവസ്ഥയിലൂടെ കടന്നുപോകും. എനിക്കൊരിക്കലും അതിന് ആഗ്രഹമില്ല. അതുകൊണ്ട് ആ വ്യക്തിയെ ജീവനോടെ പറഞ്ഞയക്കുക. പ്രിയമുള്ളവരെ, ആ ഒരു മനോഭാവം എതിർശേരിയിലുള്ള രാജാവിന് തല കുനിച്ചു നിൽക്കേണ്ട ഒരവസ്ഥയിലെത്തിച്ചു. താൻ ചെയ്ത പാതകത്തിൻ്റെ വലിപ്പം അന്നാണ് ആ വ്യക്തി തിരിച്ചറിയുന്നത്. തല കുനിച്ച് താൻ ചെയ്ത ആ ഒരു തെറ്റിനെക്കുറിച്ചോർത്ത് മനസ്താപപ്പെട്ട് അദ്ദേഹം തിരിച്ചുപോയി. പ്രിയമുള്ളവരെ, ഇത് തന്നെയാണ് കർത്താവ് നമ്മളിൽ നിന്നും പ്രതീക്ഷിക്കുക. നമ്മൾ ചെയ്ത പാപത്തിൻ്റെ ഫലം എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ ആ പാപം മറ്റുള്ളവരിലേക്ക് എത്തിക്കുവാൻ നമ്മൾ പരിശ്രമിക്കാതിരിക്കുക. ആ പാപത്തിൽ വീഴുവാൻ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക. വിശ്വസ്തയോടെ കർത്താവ് നൽകിയ ജീവിതവുമായി മുന്നോട്ട് പോകുന്നവരായിട്ട് നമ്മൾ മാറുക. നമ്മുടെ തെറ്റുകൾ തിരുത്തി മറ്റുള്ളവരെ ആ തെറ്റിലേക്ക് ആകർഷിക്കാതെ, മറ്റുള്ളവരുടെ വളർച്ചയിൽ അസൂയപ്പെടാതെ, എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ് എന്ന ബോധ്യത്തിൽ മുന്നോട്ട് നയിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്ക് സാധിക്കണം. ഈ നോമ്പുകാലം അതിനുള്ള ഒരു അവസരമാണ് നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന ബോധ്യത്തിൽ ദിവ്യബലി നമുക്ക് തുടരാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.